നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഉൽപ്പന്നവുമായിട്ടാണ്. ഇതിൻ്റെ വില 2999 രൂപയാണ്. ബോട്ടിൻ്റെ ഒരു ഇയർഫോണാണ്. ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 1500 രൂപക്കാണ്. 1500 രൂപയ്ക്ക് ഈ സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു സമ്മാന കൂപ്പണും കൂടെ ലഭിക്കും. ഈ സമ്മാന കൂപ്പണിൽ ഒന്നാം സമ്മാനമായി 1 കോടി രൂപ വില വരുന്ന വീട്, ബെൻസ് കാറ്, 5 പേർക്ക് ആക്റ്റീവ്, അങ്ങനെ മുതലായ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ ഇത് പർച്ചേസ് ചെയ്യാൻ? ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പം പ്രധാനമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള നറുക്കെടുപ്പുകൾ. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നടന്നൊരു നറുക്കെടുപ്പ് വളരെ വലിയ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട് നൽകാം, കാറ് നൽകാം, ബൈക്ക് നൽകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കൂപ്പൺ എടുത്ത് വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥയിലായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുവാനോ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ആർക്കും സമയമില്ല. എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ കാണുമ്പോൾ എത്രയും വേഗം തന്നെ നമ്മുടെ പ്രബുദ്ധരായ 100% സാക്ഷരത കൈവരിച്ചിട്ടുള്ള മലയാളികൾ ഇതിൽ വീണു പോകുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ എന്തുമാത്രം തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1000 രൂപ കൊടുത്ത് നിങ്ങളൊരു കൂപ്പൺ എടുക്കുന്നു. നിങ്ങൾക്ക് എത്ര കൃത്യമായിട്ട് പറയാൻ കഴിയും ഈ നറുക്കെടുപ്പ് ജെന്യുവൻ ആയിട്ടാണോ നടക്കുന്നത്? ഇനി എന്തിനു വേണ്ട, ഇതിൽ മുറിച്ചിടുന്ന കൂപ്പണുകളുടെ എണ്ണം. നമ്മളൊരു 1000 കൂപ്പൺ വിറ്റു, ഒരു 10,000 കൂപ്പൺ ഇവർ തന്നെ മുറിച്ചിട്ട് ഇവർക്ക് ഇഷ്ടമുള്ളവർ തന്നെ നറുക്കെടുത്ത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു നറുക്കെടുപ്പിൽ മറ്റേ വയനാട് വീടടിച്ചു, അത് തിരിച്ചു കൊടുത്തു. മറ്റേ വേറൊരു വയനാടില്ലവർക്ക് കാറടിച്ചു, കുടുംബക്കാരന് സ്കൂട്ടർ അടിച്ചു. അങ്ങനെ പല കോലത്തിലുള്ള സംഗതികളാണ് വരുന്നത്. അപ്പോൾ ഇത്തരം സംഗതികൾ ആരെങ്കിലും ഒരാൾ അയാൾക്ക് നന്മ ലഭിക്കാൻ വേണ്ടി തുടങ്ങുന്ന സാധനം പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് പലരും വന്ന് നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരും തിരിച്ചറിയണം. ഇപ്പോൾ തുടർന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് 1699 രൂപയുടെ ഒരു ബെഡ്ഷീറ്റ് 1000 രൂപക്ക് ലഭിക്കും, അതിനോടൊപ്പം ഒരു കൂപ്പൺ ലഭിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 1699 രൂപ അല്ലെങ്കിൽ 2000 രൂപക്ക് വരുന്നൊരു സാധനം 1000 രൂപക്ക് ഒരു മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ തുച്ഛമായൊരു ലാഭമാണ് അവർക്ക് ഉണ്ടാകുക. അപ്പോൾ അത്രയും ലാഭം എടുത്തിട്ട് എങ്ങനെയാണ് ഇവർക്ക് 30 പവനും അതുപോലെ ബെൻസ് കാറും 5 പേർക്ക് സ്കൂട്ടറും 10 പേർക്ക് ബുള്ളറ്റൊക്കെ കൊടുക്കാൻ സാധിക്കുക? എന്താണ് വേറെ വരുമാന മാർഗം? ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ബഹുഭൂരിപക്ഷവും ഇത് തട്ടിപ്പാണ്. എല്ലാം തട്ടിപ്പാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പലരും പല പ്രയാസങ്ങളിലൊക്കെ ഇതിന് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം സംഗതികളൊക്കെ കാണുമ്പോൾ വേഗം ചാടിക്കയറി കൂപ്പൺ എടുക്കുന്ന ഒരു പ്രവണത നിർത്തുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണോ മറ്റെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ചെയ്യുക. നിങ്ങളെ മനസാക്ഷിക്ക് സഹായിക്കണമെന്ന് തോന്നുന്നവർ നിങ്ങൾ സഹായിച്ചു. ഇത്തരം കൂപ്പൺ എടുത്തുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് വ്ളോഗേഴ്സിനോട്, എന്തെങ്കിലും ഒരു നിശ്ചിത തുക കിട്ടുന്നെന്ന് കാണുമ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് കാര്യത്തിൻ്റെ ജെന്യൂനിറ്റിയോ സംഗതിയോ അറിയാണ്ട് ഈ നിങ്ങളെ വ്യൂവറായ മുഴുവൻ ജനങ്ങളെയും വഞ്ചിക്കരുത്. നിങ്ങളാക്കി മാറ്റിയത് ഈ വ്യൂവറാണ്. ആ വ്യൂവർ 3 പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ വഞ്ചിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് വ്ളോഗർ ആരും തന്നെ, ആരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് വ്ളോഗേഴ്സ് ഇത് ചെയ്യുന്ന കാണുന്നുണ്ട്. വളരെ സങ്കടമാണ് തോന്നുന്നത്. കാരണം അത്രയും നമ്മൾ വിശ്വസിച്ച് കാണുന്ന വ്ളോഗേഴ്സൊക്കെ ഇത് ചെയ്യുകയും ആ പരിപാടി പിന്നീട് തട്ടിപ്പാന്ന് പറഞ്ഞിട്ട് വരികയും ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു പ്രയാസമാണ്. പിന്നെ ഈ ചികിത്സാ സംബന്ധമായിട്ട് ഇത്തരം സംഗതികൾ കുറേ വരുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ സഹായിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ചികിത്സാ കമ്മിറ്റി ആയാലും ആരുടെ ഒരു വീഡിയോ ആയാലും അതിൽ ആ നാട്ടുകാരുമായി ബന്ധപ്പെട്ട പ്രധാന രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തന മേഖലയിലുള്ള ആൾക്കാർ അതിൻ്റെ ബോഡിയിലുണ്ടോ, കൺവീനർ ഉണ്ടോ, അത്തരം ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഇതിൻ്റെ പിറകിലുണ്ടോ, അവരിതിന് മുന്നോട്ട് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സഹായിക്കുക. നിങ്ങൾക്ക് മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്തോ, പ്രശ്നമില്ല. പക്ഷേ ഇത്തരം തട്ടിപ്പുകളിൽ നിങ്ങൾ വഞ്ചിതരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മലയാളികളെ എത്രയും വേഗം. ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞാൽ ഒരു ട്രേഡിങ് തട്ടിപ്പ്, കോടികളുടെ തട്ടിപ്പ്, അതിൽ ഇരയായിട്ടുള്ളത് ആരൊക്കെയാണ്? ഡോക്ടർ, പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെ അത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് ഇത്തരം സംഗതികളിൽ ഈ പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവേത് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ വേഗം എന്തെങ്കിലും ആയിത്തീരണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് ജെനുവിനിറ്റി ഇല്ലേ, നല്ല ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ. ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പ്രവണത എന്താണ്? ഇത് ശരിക്കും നമ്മുടെ കേരള നിയമ വ്യവസ്ഥ പ്രകാരം നമുക്ക് ലോട്ടറി സംവിധാനം, ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിനല്ലാതെ മറ്റാർക്കും ചെയ്യാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് ഇവർ ചെയ്യും, നിങ്ങൾ 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 100 150 വിലയൊക്കെയുള്ള പ്രൊഡക്റ്റിന് 2000 MRP ഇടുകയും എന്നിട്ട് 1000 രൂപക്ക് നിങ്ങൾക്ക് തരികയും ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ നറുക്കെടുക്കുന്നു. ചിലത് പബ്ലിക്കായിട്ടൊക്കെ തന്നെ നറുക്കെടുക്കുന്നുണ്ട്. ഈ നറുക്കെടുപ്പിന് ശേഷം കിട്ടിയ എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ചിലപ്പോൾ ആ സമയം അനൗൺസ് ചെയ്യുന്നതല്ലാണ്ട് പിന്നീട് അവർ ആ വീട്ടിൽ ജീവിക്കുന്നുണ്ടോ? ഈ വ്യക്തികൾക്ക് കാറ് കിട്ടിയിട്ടുണ്ടോ? 90% ഇതിൽ വെള്ളം കലർത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്. ജെന്യുവനായിട്ട് നടക്കുന്നുണ്ടാവും, ഇല്ലാമെന്ന് ഞാൻ പറയുന്നില്ല. നടക്കുന്ന സംഗതികളുണ്ടാവും, പ്രയാസമുള്ളവർ അത് ചെയ്തിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് പോലും ഈ സംഗതി ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇത്തരം തട്ടിപ്പുകളിലൊന്നും നിങ്ങൾ വീഴരുത്. നിങ്ങൾക്ക് സഹായിക്കണോ, നിങ്ങൾ ജെന്യുവനായിട്ടുള്ളവരെ സഹായിക്കുക. അങ്ങനെയുള്ള സംഗതികൾ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം.